പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ സൈനിക സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിലെ ഒരു നിർണായക പരീക്ഷണത്തിനാണ് ലോകം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ഇറാന് നേരെ US സെൻട്രൽ കമാൻഡ് നടത്തിയ വ്യോമനാവിക ആക്രമണങ്ങളിൽ ചരിത്രത്തിലാദ്യമായി വൺവേ അറ്റാക്ക് സീഡ്രോൺ US പ്രവർത്തനക്ഷമമാക്കി. ജൂലൈ 12-ന് നടന്ന ആക്രമണം നാവികയുദ്ധങ്ങളുടെ പരമ്പരാഗത സമവാക്യങ്ങളെ അടിമുടി മാറ്റിയെഴുതുന്ന ഒന്നാണ്. എന്താണ് ഈ സാങ്കേതികവിദ്യ? ഇത് ഭാവിയിലെ യുദ്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കും? ലളിതമായി പറഞ്ഞാൽ, തിരികെ വരാൻ ഉദ്ദേശിച്ച് ഡിസൈൻ ചെയ്തിട്ടില്ലാത്ത സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്വയം നിയന്ത്രിത ബോട്ടുകളാണ് വൺവേ അറ്റാക്ക് സീ ഡ്രോണുകൾ. വായുവിലൂടെ പറന്നുയർന്ന് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്ന ചാവേർ വ്യോമ ഡ്രോണുകൾക്ക് സമാനമായാണ് സമുദ്രോപരിതലത്തിലൂടെ ഇവ പ്രവർത്തിക്കുന്നത്. സാധാരണയായി ചെറിയ സ്പീഡ് ബോട്ടുകളുടെയോ മോട്ടോർ ബോട്ടുകളുടെയോ രൂപത്തിലാണ് ഇവ നിർമ്മിക്കുന്നത്. വിദൂര നിയന്ത്രണ സംവിധാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച റൂട്ടിലൂടെ തനിയെയോ ഇവയ്ക്ക് സഞ്ചരിക്കാനാകും. ലക്ഷ്യത്തിനടുത്തെത്തുമ്പോൾ ഇതിലുള്ള അത്യാധുനിക ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് ശത്രുക്കളുടെ കപ്പലുകളിലോ നാവിക പ്രതിരോധ സ്ഥാപനങ്ങളിലോ കൃത്യമായി ഇടിച്ചുകയറി സ്ഫോടനം സൃഷ്ടിക്കുകയാണ് ഇവയുടെ രീതി. നിരീക്ഷണ ആവശ്യങ്ങൾക്കും നാവിക പരീക്ഷണങ്ങൾക്കുമായി മുൻപും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ടൊരു യുദ്ധമുഖത്ത് US ഇത്തരമൊരു വൺവേ അറ്റാക്ക് സീ ഡ്രോൺ പരസ്യമായി ഉപയോഗിക്കുന്നത് ഇതാദ്യമായാണ്. കഴിഞ്ഞ ജൂൺ 17-ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാർ തകർന്നതിന് പിന്നാലെയാണ് സംഘർഷം രൂക്ഷമായത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനെ ലക്ഷ്യമാക്കി സംയുക്ത ആക്രമണം US അഴിച്ചുവിട്ടത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ് ഈ ആക്രമണം നടത്തിയത്. എയർ ഡിഫൻസ് സംവിധാനങ്ങൾ, റഡാറുകൾ, ഡ്രോൺ മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവയടക്കം 10-ലധികം താവളങ്ങളാണ് തകർത്തത് എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഈ ആക്രമണത്തിന് തിരിച്ചടിയായി കുവൈറ്റ്, ജോർദാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറും ആക്രമണം നടത്തി.